ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോട്ട്. ക്രിസ്മസ് എക്സാമിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ബൈസെക്ടേഴ്സ്, സമഭാജികൾ എന്ന് പറയുന്നത്. മിക്കവാറും അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കാനുള്ള ചോദ്യമായിരിക്കും നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ബൈസെക്ടറിലുള്ള എല്ലാ ചിത്രങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഏത് ചിത്രം വരയ്ക്കാൻ പറഞ്ഞാലും എങ്ങനെ വരയ്ക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, ആദ്യമായിട്ട് എങ്ങനെയാണ് ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളതൊക്കെ വളരെ സിമ്പിളാണ്, അതിലേക്കൊന്നും ഞാൻ കയറുന്നില്ല. ആദ്യമായിട്ട് നമ്മൾ പറയുകയാണ് എങ്ങനെയാണ് ബൈസെക്ടർ യൂസ് ചെയ്തുകൊണ്ട്, സമഭാജി ഉപയോഗിച്ചുകൊണ്ട് ഒരു സമചതുരം വരയ്ക്കുന്നത്. സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് ഇങ്ങനെ ആയിരിക്കും പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ് സ്ക്വയർ ഓഫ് സൈഡ് 3.25 സെൻറ്റിമീറ്റർ. ഒരു സൈഡാണ് നമുക്ക് തരിക, നമുക്ക് തന്നിരിക്കുന്ന സൈഡ് 3.25 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 3.25 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ചോ, ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടി എടുക്കുക, അത് വരയ്ക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ചോട്ടോ, എവിടെ കാലോ മുക്കാലോ കണ്ടോ വേഗം ഇരട്ടി എടുത്തോളുക, വേഗം ഇരട്ടി എടുക്കുക. അപ്പം 3.25 ഇരട്ടി എങ്ങനെയാടാ? 3ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും, 1/4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും. അപ്പം 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം ഞാൻ സ്കെയിൽ എടുക്കുന്നു, സ്കെയിൽ എടുത്തിട്ട് വേഗം എന്ത് ചെയ്യുക, 6.5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് 6 ആണെന്ന് വിചാരിച്ചോ, കറക്റ്റ് അളവിലല്ല വരക്കുന്നത്, കൊള്ളാത്തോണ്ട് എന്ത് ചെയ്യുന്നു, ചെറുതാക്കി വരക്കുന്നു കേട്ടോ. 6.5 സെൻറ്റിമീറ്റർ. അപ്പം ഞാൻ എടുത്ത ഇതാണ്, ഇത് എത്രയാണ്, 6.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി ചെയ്യേണ്ട കാര്യം കേട്ടോ, ഇരട്ടി വരച്ചല്ലോ, ഇനി ചെയ്യേണ്ട കാര്യം ഈ ഒരു ലൈനിന് ഒരു ബൈസെക്ടർ വരക്കുക എന്നുള്ളതാണ്. ബൈസെക്ടർ വരക്കേണ്ടത്, സമഭാജി വരക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ മക്കളെ. എന്താ ചെയ്യേണ്ടത്? ഒരു പോയിന്റ് ഇവിടെ വെക്കുന്നു, ദെൻ സെൻറ്ററിനേക്കാൾ വലിയ ഡിസ്റ്റൻസ് എടുക്കുന്നു, മുകളിലൊരു മാർക്കിങ്, അതുപോലെ തന്നെ താഴെയും ഒരു മാർക്കിങ് അല്ലേ, മുകളിലൊരു മാർക്കിങ്, താഴെയും ഒരു മാർക്കിങ്. അതേ സാധനം ഇപ്പുറത്തും കൊണ്ടുവന്ന് വെക്കുന്നു, എന്ത് ചെയ്യുന്നു, നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കട്ട്, മുകളിലൊരു കട്ട്. ആ ലൈൻ യോജിപ്പിച്ചാൽ കിട്ടുന്നതല്ലേ നമ്മളുടെ ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ആ ലൈൻ ഇങ്ങനെ അങ്ങോട്ട് യോജിപ്പിക്കുന്നു. ഓക്കെ, ആ ലൈനെ ഞാൻ എന്ത് ചെയ്യാണ്, യോജിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചോ, ആ ലൈനെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട്, എന്താണിത്, ആ ലൈനെ ഞാൻ ഇങ്ങനെ യോജിപ്പിച്ചു. അപ്പോൾ ഇതാണല്ലോ ഇതിൻ്റെ ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കടാ, 6.5 സെൻറ്റിമീറ്റർ അല്ലേ നമ്മൾ ലൈൻ എടുത്തത്, അതിൻ്റെ കറക്റ്റ് പകുതിയാക്കിയാൽ എത്ര ഉണ്ടാവുക? 3.25 ഇരട്ടിയാണ് 6.5 എങ്കിൽ 6.5ൻ്റെ പകുതി 3.25. അപ്പോൾ കറക്റ്റ് കട്ട് ചെയ്തുകൊണ്ട് ഈ സൈഡ് എത്ര ആയിട്ട് മാറി? 3.25 ആയിട്ട് മാറി. നമുക്ക് എല്ലാ സൈഡിലും 3.25 അല്ലേ കിട്ടേണ്ടത്. ഇനി കാര്യങ്ങൾ വളരെ സിമ്പിളാടാ, ഞാൻ കോമ്പസ് എടുത്തിട്ടുണ്ടല്ലോ, കറക്റ്റ് ഈ 3.25 കൊണ്ടുപോയി വെക്കുന്നേ, കറക്റ്റ് ഈ 3.25 ഞാൻ കൊണ്ടുപോയി വെക്കുന്നു. കോമ്പസ് എടുത്തു 3.25 കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യാറിയോ, അതേ ഡിസ്റ്റൻസ്, കോമ്പസിലെ അളവ് മാറരുത്, അതേ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടെ കൊണ്ടുപോയി കട്ട് ചെയ്യാണ്. അപ്പോൾ അതേ ഡിസ്റ്റൻസ് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചാൽ കോമ്പസിൽ എത്രയാണോ അളവെടുത്തത്, 3.25 അല്ലേ അളവെടുത്തത്. അപ്പോൾ എനിക്ക് കിട്ടി, ഇതും എത്രയായിരിക്കും, 3.25 ആയിരിക്കും. ഒരു സ്ക്വയർ സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഒരേപോലെ അല്ലേ വരേണ്ടി. അപ്പോൾ എനിക്ക് ഇനി ഇവിടെയും 3.25 വരണം, ഇവിടെയും 3.25 വരണം. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് നോക്കിക്കട്ടോ, കോമ്പസ് ഈ പോയിന്റിൽ നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്തു അറിയോ, ഈ പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. 3.25 മാറാൻ പാടില്ലേ, 3.25 മാറാൻ പാടില്ല, കോമ്പസിൻ്റെ ഒരു ചെറിയ മില്ലിമീറ്റർ പോലും മാറരുത്. ദെൻ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്തു, ഈ ആർക്കിന് ഇങ്ങോട്ട് കട്ട് ചെയ്യുകയും ചെയ്തു. ഇനി പരിപാടി കഴിഞ്ഞു, എല്ലാ പോയിന്റുമായി. എന്ത് ചെയ്താൽ മതി അറിയോ, ഇപ്പം ഈ പോയിന്റിനെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 3.25 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ, എല്ലാ സൈഡും 3.25 സെൻറ്റിമീറ്റർ ആയ സ്ക്വയർ കിട്ടി. മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ 3 1/4 എന്നൊക്കെയും തരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്, കാലാണ്. അല്ലെങ്കിൽ 3/4 എന്ന് പറഞ്ഞാൽ 0.75, നമ്മൾ മുക്കാൽ എന്ന് പറയുന്നതാണ്, നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ വരയ്ക്കുന്നത്. ഇരട്ടി വരയ്ക്കുക, ബൈസെക്ടർ വരയ്ക്കുക, ഈ ഡിസ്റ്റൻസ് എടുക്കുക, ഇവിടെ മാർക്ക് ചെയ്യുക, ആ ഡിസ്റ്റൻസിന് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. ഇങ്ങനെ വരച്ചാൽ എന്തായി, സ്ക്വയറായി. ഇനി അടുത്തത് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം വരയ്ക്കാൻ പറയും. അത് ഞാൻ എടുക്കുകയാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2.75 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞതെന്ന് വിചാരിച്ചോ. നമ്മളോട് പറഞ്ഞ എത്രയാ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2.75 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാലോ മുക്കാലോ കണ്ട വേഗം ഇരട്ടി എടുത്തോ. 2.25 ഇരട്ടി എത്ര, 2ൻ്റെ ഇരട്ടി 4 അല്ലേ. ദെൻ മുക്കാലിൻ്റെ ഇരട്ടി എത്രയാ, മുക്കാലിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 1.5 ആണ് അല്ലേ. അപ്പം 4 + 1.5, സോ ഇതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5.5 ആണ്. അപ്പം ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ, 5.5 ഒരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ലൈൻ വരച്ചു 5.5 സെൻറ്റിമീറ്റർ. കറക്റ്റ് അളവല്ല ഞാൻ എടുക്കണം കേട്ടോ, ബോർഡിൽ കൊള്ളാത്ത പ്രശ്നം വരും. കറക്റ്റ് 5.5 ഒരു പോയിന്റ് ഞാൻ എടുത്തിട്ട് അതിന് ഞാൻ ബൈസെക്ടർ വരച്ചു.
ഓക്കെ, അതിന് ഞാനൊരു സമഭാജി വരച്ചു. ഓക്കെ, ഇനിയുള്ളതിൽ ഞാൻ സമഭാജി ഞാൻ വരക്കുന്നത് എല്ലാത്തിലും മാർക്ക് ചെയ്യൂല, നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ഈ 5 എടുത്തിട്ട് ഞാനൊരു സമഭാജി വരച്ചിട്ട് കറക്റ്റ് എന്ത് ചെയ്തു, കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് ആയിരിക്കും അതിൻ്റെ സമഭാജി എന്ന് പറയുന്നത് ആണല്ലോ. ഇതാണ് സമഭാജി എങ്കിൽ ശ്രദ്ധിച്ചോ, ഇതാണ് സമഭാജി എങ്കിൽ നമുക്ക് കിട്ടി 5.5 പകുതിയാണ് നമ്മളാക്കിയത്. ബൈസെക്ട് അല്ലേ ചെയ്തത്, 5.5 പകുതി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 2.25 ആയിരിക്കും. നമുക്കറിയാം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, 3 സൈഡും ഈക്വലായ ട്രയാങ്കിളിനല്ലേ നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുക. അപ്പോൾ എനിക്ക് പറയാം 2.25 ആണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ കോമ്പസ് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടി അറിയാം മക്കളെ, കോമ്പസ് എടുക്കുന്നു, കറക്റ്റ് ഈ 2.25 എന്നുള്ള അളവ് എടുത്തു. 3 സൈഡിൽ 2.25 വരെയല്ലേ വേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യാറിയോ, ഈ 2.25 കൊണ്ടുപോയിട്ട് ത്രികോണം ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പോയിന്റ് ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്യുന്നു, അതേ 2.25 എടുത്ത് മാറാൻ പാടില്ല, അതേ 2.25 എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റും മാർക്ക് ചെയ്യുന്നു. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടിയില്ലേ. ഇനി സിമ്പിളാടാ കാര്യങ്ങൾ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും മീറ്റ് ചെയ്താൽ, ഈ 2 പോയിന്റുകൾ മീറ്റ് ചെയ്താൽ നമ്മളുടെ എന്തായിട്ട് മാറി, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മാറി. അപ്പം എല്ലാ സൈഡും എത്ര ആയിരിക്കും, 2.75 ആയിരിക്കും. കാരണം കോമ്പസിൽ നമ്മൾ 2.75 എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ എടുത്തത്, ഈ ഡിസ്റ്റൻസ് എത്രയാണ്, ഇങ്ങോട്ടും കട്ട് ചെയ്തത് ഇങ്ങോട്ടും കട്ട് ചെയ്തത്. അപ്പം നമുക്ക് കിട്ടി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്താ ചെയ്യേണ്ടത്, ഒരു സൈഡ് എത്രയാണ് തന്നത് അതിൻ്റെ ഇരട്ടി വരക്കുക, ബൈസെക്ടർ വരക്കുക. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇങ്ങോട്ടേക്കും കട്ട് ചെയ്യുക, വരച്ചാൽ നമുക്ക് എന്ത് കിട്ടി, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ സ്ക്വയറും ഇക്വലാറ്ററൽ ട്രയാങ്കിളും വളരെ ഈസിയാണ്, ഒരളവ് മാത്രം നോക്കിയാൽ മതി. എന്നാൽ ചില സ്ഥലത്ത് അങ്ങനെയല്ല ഉണ്ടാവുക, ചതുരം വരക്കാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യുക ശ്രദ്ധിച്ചോ. ചിലപ്പോൾ നമ്മളോട് പറയും 1 സൈഡ് 3.5 സെൻറ്റിമീറ്റർ ആൻഡ് അതർ സൈഡ് 4.75 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക, ആദ്യം പറഞ്ഞല്ലോ മക്കളെ, ആദ്യം വേഗം ഇരട്ടിയാക്കിയാൽ വേണ്ടി 3.5 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. 4.25 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 4 ഇരട്ടി 8, 3/4 ഇരട്ടി 1.5, അപ്പോൾ എത്രയായി, 9.5 ആയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയോ, ആദ്യം ഞാൻ 9.5 ഒരു ലൈൻ വരച്ചു കേട്ടോ മക്കളെ. ശ്രദ്ധിച്ചോ, ഇതാണ് 9.5 സെൻറ്റിമീറ്റർ എന്ന് വിചാരിച്ചു. ആ 9.5 സെൻറ്റിമീറ്ററിൽ ഞാനൊരു ലൈൻ വരച്ചിട്ട് അതിന് ഞാനൊരു ബൈസെക്ടർ വരച്ചാൽ എത്ര ഉണ്ടാവുക, അതിന് ഞാനൊരു ബൈസെക്ടർ വരച്ചാൽ 9.5ൻ്റെ കറക്റ്റ് പകുതി അല്ലേ ആവുക. അപ്പോൾ ഞാൻ 9.5ൻ്റെ കറക്റ്റ് പകുതി എടുത്തു. 9.5ൻ്റെ കറക്റ്റ് പകുതി എത്ര ആയിരിക്കും, 4.25. അപ്പോൾ എനിക്ക് കിട്ടി ഇത് എത്രയാണ്, 4.25 ഈ ഡിസ്റ്റൻസ് എത്രയാണ്, 4.25 കിട്ടി. ഇനി എനിക്ക് ഇവിടെ എത്രയാണ് വരേണ്ടടാ, 3.75 വരണം അല്ലേ, സോറി 3.5 വരണം. എത്ര വരണം, 3.5 വരണം. അപ്പോൾ 0.5 ആയതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ കറക്റ്റ് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി എന്താക്കാണ്, 3.25 ആക്കാണ്, 3.25 ആക്കാണ് കേട്ടോ. ഡിഫിക്കൽട്ട് ആക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3.25 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 6.5 ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എനിക്ക് ഇവിടെ എത്ര കിട്ടണം, 3.25. സ്കെയിലിൽ ഡയറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാറിയോ, സ്കെയിൽ എടുത്തിട്ട് അപ്പുറത്ത് വേറെ ലൈൻ വരക്കും. ഈ ലൈൻ ഞാൻ എത്രയിലാണ് വരക്കേണ്ടത്, ഇവിടെ ഒരു ഇരട്ടി എടുത്തില്ലേ, ആ ഇരട്ടിൻ്റെ അളവിൽ ഞാൻ എടുത്തു 6.5 സെൻറ്റിമീറ്റർ. ഇവിടെ എടുത്ത അളവിൻ്റെ ഇരട്ടിയിലെടുത്തു. ആ 6.5 സെൻറ്റിമീറ്ററിന് ഞാനൊരു ബൈസെക്ടർ വരച്ചാൽ 6.5ൻ്റെ കറക്റ്റ് പകുതി അല്ലേ ഉണ്ടാവുക. 6.5ൻ്റെ കറക്റ്റ് പകുതി പറഞ്ഞാൽ എത്ര ആയിരിക്കും, 3.25 ആയിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയോ, കോമ്പസിൽ ഈ ഡിസ്റ്റൻസ് എടുക്കുക, 3.25 എന്നുള്ള ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ കറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി ഇത് എത്രയാണ്, 3.25. 2 സൈഡ് കിട്ടിയാൽ പിന്നെ പണിയുണ്ടോ, ഇല്ല. ഇവിടെയും നമുക്ക് 3.25 അല്ലേ വരേണ്ടി. അപ്പോൾ ഞാൻ കോമ്പസിൽ ഈ 3.25 എടുത്തിട്ട് ഞാൻ കറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വീണ്ടും മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ എനിക്കൊരു 3.25 കിട്ടി, ഇവിടെ 3.25 കിട്ടി. ദെൻ ഇവിടെ 4.25 അടിയിൽ, അപ്പോൾ മുകളിൽ 4.25 വരണം. അപ്പോൾ കോമ്പസിൽ 4.25 കൂടി എടുത്താൽ ഇവിടെയും കിട്ടി. അപ്പോൾ പോയിന്റുകൾ 4 മീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ചതുരം കിട്ടി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു സൈഡ് അടിയിൽ വരക്കുക, ബൈസെക്ടർ വരക്കുക. ദെൻ രണ്ടാമത്തെ സൈഡിൽ മാറ്റി വരക്കുക, അതിനൊരു ബൈസെക്ടർ വെച്ചിട്ട് ആ അളവ് ഇവിടെ മാർക്ക് ചെയ്യുക, ആ അളവിൽ ഇവിടെ ഒരു ആർക്കും വരക്കുക. ദെൻ താഴെയുള്ള അളവിൽ ഈ ആർക്ക് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എന്ത് റെഡിയായി, ചതുരം റെഡിയായി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചതുരം വരക്കുന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മളോട് ട്രയാങ്കിൾ വരക്കാൻ വേണ്ടി പറയും. ട്രയാങ്കിൾ വരക്കുമ്പോൾ ചെറിയ ട്വിസ്റ്റോട് കൂടിയിട്ടാണ് പറയാം. എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു സൈഡ് 6 സെൻറ്റിമീറ്ററും ഏരിയ 24 സെൻറ്റിമീറ്റർ സ്ക്വയറും ആയിട്ടുള്ള ആളൊക്കെയായിരിക്കും നമ്മളോട് വരക്കാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരക്കുന്നത് നോക്കടാ. ഞാനൊരു സൈഡ് വരച്ചു, എത്രയാ, 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ശ്രദ്ധിച്ചോ, ഒരു സൈഡ് ഞാൻ വരക്കാണ് 6 സെൻറ്റിമീറ്റർ. ഇനി എനിക്ക് ട്രയാങ്കിളുടെ ഹൈറ്റ് കിട്ടിയാലല്ലേ ബാക്കി വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് ഏരിയ, പരപ്പളവ് എത്രയാണ് തന്നിട്ടുണ്ട്, 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ, ഏരിയ എന്ന് പറയുന്നത് ½ BH അല്ലേ.
ഹാഫ് ബി എച്ച് അല്ലേ. അപ്പം ഞാൻ ഇതാണ് ഏരിയ എത്ര തന്നിട്ടുണ്ട് 24. അപ്പം ഞാൻ ഇതാണ് 24 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എത്രടാ 6 ആണെന്ന് തന്നിട്ടുണ്ട്. 1/2 ഇൻറ്റു 6 ഇൻറ്റു എച്ച് എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഈ ബൈ 2 ഞാൻ ഇപ്പുറത്തെ കൊണ്ടുവന്ന് എന്തായിട്ട് മാറും ഇൻറ്റു 2 ആയിട്ട് മാറും. അപ്പോൾ എനിക്ക് എഴുതാം 24 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 6 എച്ച് എന്ന് എഴുതാം. 24 ഇൻറ്റു 2 എത്രടാ 48. 48 ഈസ് ഈക്വൽ ടു 6 എച്ച് എന്ന് എഴുതി. ദെൻ ഈ 6 കൂടെ കൊണ്ടുവന്നാൽ എനിക്ക് ഹൈറ്റ് എത്രയെന്ന് കിട്ടൂലേ. അപ്പം 48/6 ഈസ് ഈക്വൽ ടു എച്ച്. അപ്പം 48/6 6 8 48 സോ എനിക്ക് കിട്ടി എച്ച് ഈക്വൽ ടു 8. എത്രയാണെന്ന് കിട്ടി എച്ച് ഈക്വൽ ടു 8. ഞാൻ എന്താ ചെയ്യേണ്ടി അറിയാം മക്കളെ, എന്താ ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ സ്കെയിൽ എടുത്തിട്ടില്ലേ, സ്കെയിൽ എടുത്തിട്ട് ഹൈറ്റ് 8 ആവണം എന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റിൽ വെക്കുക. ഇഷ്ടമുള്ള പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യാറിയോ മുകളിലേക്ക് ഒരു പോയിന്റ് എച്ച് 8 ആയിട്ടാണ് മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇതാണ് 8 എന്നുള്ള പോയിന്റ് എന്ന് വിചാരിച്ചു. ഓക്കെ, ഇതാണ് 8 എന്നുള്ള പോയിന്റ്. അപ്പോൾ മുകളിലേക്ക് ഒറ്റ പോയിന്റ് എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക. ഇതാണല്ലോ 8. ദെൻ ട്രയാങ്കിളിൻ്റെ എന്ത് ചെയ്യുക അറിയോ, ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൽ നിന്ന് അവിടേക്കൊരു പോയിന്റ് എടുക്കുക, അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഇവിടേക്കൊരു ലൈനും വരയ്ക്കുക. അപ്പോൾ നമ്മളുടെ ട്രയാങ്കിൾ എന്തായി റെഡിയായി. അപ്പോൾ ചിലർക്ക് തോന്നും സാറേ അപ്പോൾ ഇവിടെ വന്നാലോ, ഇവിടെ വന്നാലും ഇതേപോലെ തന്നെയാണ് വരക്കേണ്ടത്. കാരണം എന്താ അറിയോ, ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് നമ്മൾ എടുക്കൽ എങ്ങനെയാ അറിയോ, താഴെയുള്ള ഏറ്റവും താഴെയുള്ള പോയിന്റും ഏറ്റവും മുകളിലുള്ള പോയിന്റും. അപ്പോൾ എങ്ങനെ എവിടെ ഹൈറ്റ് എടുത്താലും കുഴപ്പമില്ല. എന്ത് ചെയ്താൽ മതി, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയത് 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈറ്റും എത്ര തന്നെ ആയിരിക്കും 8 തന്നെ ആയിരിക്കും. വിച്ച് മീൻസ് 2 വരക്കണം എന്നാണോ, അല്ല, 1 മാത്രം വരച്ചാൽ മതി. ഇതിലൊരു ടാസ്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ 1 ഹൈറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രയാങ്കിൾ താഴെ വരച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഒരു പോയിന്റ് എടുക്കുക. 8 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞതെങ്കിൽ കുത്തനെ 8 സെൻറ്റിമീറ്ററിൽ ഒരു പോയിന്റ് എടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക. ഈസി അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് പറയും റോംബസ് സമഭുജ സാമാന്തരികം വരയ്ക്കാൻ പറയും. റോംബസ് വരയ്ക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് ഡയഗണലിൻ്റെ ലെങ്ത് തരിക, വികർണത്തിൻ്റെ നീളം തരിക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ഡയഗണൽ 1 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ്, ഡയഗണൽ 2 ഈസ് ഈക്വൽ ടു 4.5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. 4.5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. വികരണം 1 5 സെൻറ്റിമീറ്റർ, 1 4 സെൻറ്റിമീറ്റർ. നമുക്കറിയാം ഒരു റോംബസിൻ്റെ സമഭുജ സാമാന്തരികത്തിൻ്റെ ഡയഗണൽസ് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ടു ഈച്ച് അതർ, പരസ്പരം ലംബ സമഭാജികളായിരിക്കും. അപ്പോൾ ആദ്യം തന്നതിലില്ലേ പോയിന്റ് ഇല്ലാത്ത ആളുണ്ടെങ്കിൽ അയാളെ ആദ്യം വരയ്ക്കുക. പോയിന്റ് ഇല്ലാത്ത ആൾ ആദ്യം വരച്ചു ഞാൻ 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്ററിൽ വരച്ചു, സോറി പോയിന്റ് ഉള്ള ആൾ ആദ്യം വരക്കട്ടോ, പോയിന്റ് ഇല്ലാത്ത ആളല്ല, പോയിന്റ് ഉള്ള ആളെ വരച്ചു. 4.5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നോക്കടാ, ഇത് രണ്ട് ഡയഗണലും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്നല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ ഈ ഡയഗണലിൻ്റെ നീളം എത്രയാണ് വരേണ്ടത്, 5 സെൻറ്റിമീറ്റർ അല്ലേ. അത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരേണ്ടത്, രണ്ടും അല്ല, ഇവിടെയും 2.5 ഇവിടെയും 2.5 അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കോമ്പസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് 2.5 ഇങ്ങോട്ടേക്ക് 2.5 മാർക്ക് ചെയ്താൽ ഇത് 2.5 ഇത് 2.5. അപ്പോൾ ടോട്ടൽ ഡയഗണലിൻ്റെ നീളം എത്രയായിട്ട് മാറി, 5 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ 4 പോയിന്റുകളും തമ്മിൽ മീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, നമ്മളുടെ റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികം കിട്ടി. അപ്പോൾ റോംബസ് കിട്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം തന്ന സൈഡ് വരക്കുക, അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക, രണ്ടാമത് തന്ന ഡയഗണലിലെ പകുതി വടിയായിട്ട് മാർക്ക് ചെയ്യുക. ദെൻ അത് വരച്ചാൽ നമ്മളുടെ റോംബസും റെഡിയായി. ആൻഡ് അതിൽ തന്നെ ചിലപ്പോൾ നമ്മളോട് എന്ത് പറയും, ഡയഗണൽ ഈക്വലായ ഡയഗണൽ വെച്ചിട്ട് വരക്കാൻ പറഞ്ഞാൽ അതെന്തു ആയിരിക്കും, സ്ക്വയറും ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ബൈസെക്ടർ ഓഫ് എൻ ആംഗിൾ. ഒരു കോണിൻ്റെ സമഭാജി നമ്മൾ എങ്ങനെയാണ് വരക്കുക, വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചോ, ഇതാണ് ഒരു കോണ് എന്നുണ്ടെങ്കിൽ കോണിൻ്റെ സമഭാജി വരക്കാൻ മക്കൾ ചെയ്യേണ്ട കാര്യം, കോമ്പസ് എടുത്ത് ഇവിടെ കുത്തുക, കോണിൻ്റെ കോമൺ പോയിന്റിൽ കുത്തിയിട്ട് എന്ത് ചെയ്യാറോ, ഇങ്ങോട്ടേക്കൊരു പോയിന്റ് ഇങ്ങോട്ടേക്കൊരു പോയിന്റ്, രണ്ട് ഭാഗത്തും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കേട്ടോ, കോമ്പസ് മാറരുത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പോയിന്റും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പോയിന്റും. അത് വരച്ച് കഴിഞ്ഞാൽ ഓക്കെ മക്കൾ ശ്രദ്ധിച്ചോ, അത് വരച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാറിയോ, ഇങ്ങനെ ഇങ്ങോട്ടേക്കൊരാർക്കും അതേ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, അപ്പുറത്തേക്കൊരാർക്കും കട്ട് ചെയ്യുക. അങ്ങനെ ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. എന്താ ചെയ്യേണ്ടത്, ഈ പോയിന്റും തമ്മിൽ മീറ്റ് ചെയ്താൽ ഇതായിരിക്കും ആ കോണിൻ്റെ സമഭാജി എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയും 45 സെൻറ്റിമീറ്റർ കോമ്പസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ പ്രൊട്രാക്ടർ ഇല്ലാണ്ടൊക്കെ വരക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ നേരെ ഇരട്ടി എടുക്കുക. അപ്പോൾ എത്ര എടുക്കുക, ഇത് 90 ഡിഗ്രി എടുക്കുക. ഇതാണ് 90 ഡിഗ്രി എങ്കിൽ
ഇതാണ് 90 ഡിഗ്രി എങ്കിൽ എങ്ങനെയാ കോണിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക? 90ൻ്റെ കറക്റ്റ് പകുതിയല്ലേ 45 എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യുക? കോമ്പസ് നേരെ എടുക്കുന്നു, ഇവിടേക്കൊരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു, അതുപോലെ ഇവിടേക്കും ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. ആ 2 പോയിന്റിലും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആർക്ക് വരക്കുന്നു. ആ 2 പോയിന്റിലും വെച്ചിട്ട് ആർക്ക് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതിലൊരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് യോജിപ്പിച്ചാൽ എന്തായി? കോണിൻ്റെ സമഭാജിയായി. അപ്പോൾ ഇത്തരത്തിൽ ഏത് കോണിൻ്റെ സമഭാജിയും നമുക്ക് വരക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ വരക്കാനുള്ളത്. ചിലപ്പോൾ നമ്മളോട് കോണിൻ്റെ സമഭാജി ത്രികോണമൊക്കെ വരക്കാൻ പറയും. തന്ന ആംഗിളുകൾ എത്രയാണോ അതിൻ്റെ നേരെ ഇരട്ടി എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? സമഭാജി വരച്ചാൽ മാത്രം മതി. അപ്പോൾ നന്നായി പഠിക്കുക, എക്സാം നല്ല ഉഷാറാക്കി എഴുതുക. ഓൾ ദി ബെസ്റ്റ്.